നമസ്കാരം. വീണ്ടും ഒരു താക്കീത്. 90 വർഷം പഴക്കമുള്ള പാരമ്പര്യത്തിന് അന്ത്യം കുറിക്കുന്നു. വെള്ളിയാഴ്ചയിലെ നമസ്കാര ഇടവേള ഒഴിവാക്കി അസം നിയമസഭ മുന്നോട്ട് പോകുന്നു. അസം നിയമസഭ വെള്ളിയാഴ്ചകളിൽ നൽകിയിരുന്ന നമസ്കാര ഇടവേള ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഇതുവരെയൊക്കെ ഈ മുസ്ലിം നിയമസഭാംഗങ്ങൾക്കൊക്കെ വെള്ളിയാഴ്ചകളിലൊക്കെ ഈ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു 2 മണിക്കൂർ ഇടവേള നൽകി വന്നിരുന്ന ഒരു സാഹചര്യം, ഒരു പതിവുണ്ടായിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു പാരമ്പര്യമാണ് ഇപ്പോൾ ഈ അസം നിയമസഭ ഒഴിവാക്കിയതെന്നുള്ളത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം വന്നുവെങ്കിലും നടപ്പാക്കാൻ അന്ന് അത് നടന്നില്ല, അത് വൈകുകയായിരുന്നു. സഭയുടെ പുതിയ സമ്മേളനത്തിൽ നിന്ന് ഈ ഇടവേള എടുത്തു കളയുകയായിരുന്നു. ഏകദേശം 90 വർഷത്തോളം ആയിട്ട് തുടരുന്ന ഒരു സമ്പ്രദായം അതാണ് ഒഴിവാക്കിയിരിക്കുന്നത്. എന്നാൽ സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷം കടുത്ത വിമർശനവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മുമ്പോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. കാരണം നിരവധി മുസ്ലിം MLA-മാരാണ് ഇതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രായോഗിക ബുദ്ധി തീരെ ഇല്ലാത്ത ആളാണോ അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നത്. തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് AIUDF MLA റഫീഖുൽ ഇസ്ലാം ഇത് ഇന്ത്യയുടെ സംഖ്യയുടെ ബലത്തിൽ അടിച്ചേൽപ്പിച്ച തീരുമാനമാണ്, ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനുള്ളതല്ല, അവരെ അടിച്ചമർത്താനുള്ളതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ നീക്കത്തിനെതിരെ ഞങ്ങൾ അഭിപ്രായം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. പക്ഷേ BJPക്ക് ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് അവർ എന്തും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കാര്യം അടിച്ചേൽപ്പിക്കുന്നത് എന്നാണ് അവിടുത്തെ MLA-മാർ പറയുന്നത്. അതേസമയം ഈ പറയുന്ന വെള്ളിയാഴ്ചകളിൽ മുസ്ലിം MLA-മാർക്ക് സമീപത്ത് തന്നെ പ്രാർത്ഥന നടത്തുവാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥ ചെയ്യാമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാവും ഒപ്പം പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ദേവബ്രത സൈക്കിയ പറഞ്ഞിരിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ മാത്രമുള്ള പ്രത്യേക പ്രാർത്ഥനയായതിനാൽ തന്നെ അതിനുള്ള ആ സൗകര്യം അടുത്തു തന്നെ ചെയ്യാമെന്ന് തന്നെ കരുതുന്നതായിട്ടാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തു തന്നെയായാലും ഒരു ഭരണഘടനയുടെ മതേതര സ്വഭാവം അത് കണക്കിലെടുത്ത് അസം നിയമസഭയുടെ നടപടിക്രമങ്ങൾ മറ്റേതൊരു ദിവസത്തെയും പോലെ തന്നെ വെള്ളിയാഴ്ചകളിലും നടത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്ന് നിയമസഭാ സ്പീക്കർ ബിശ്വജിത്ത് ധൈമാരി പറയുന്നുണ്ട്. പിന്നീടാണ് ഈ നിർദ്ദേശം റൂൾസ് കമ്മിറ്റിക്ക് മുമ്പാകെ കൊണ്ടുപോകുന്നതും അവിടെ വയ്ക്കുകയും അത് ഏകകണ്ഠമായിട്ട് പാസ്സാക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇവിടെ ഈ തീരുമാനത്തേക്ക് അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ സ്വാഗതം ചെയ്തു. 1937 മുസ്ലിം ലീഗിൻ്റെ സയ്യിദ് സാദുള്ള കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണ്. ആ സമ്പ്രദായത്തിനാണ് ഉൽപ്പാദനക്ഷമതയ്ക്ക് മുൻഗണന നൽകുകയും ഒപ്പം തന്നെ കൊളോണിയൽ ഭാരതത്തിൻ്റെ മറ്റൊരവശിഷ്ടം അത് കളയുകയുമാണ് ചെയ്തത് എന്നുള്ള തീരുമാനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. സാധാരണ രാവിലെ 9:30 നിയമസഭ ആരംഭിക്കുവാറുള്ളത്. എന്നാൽ വെള്ളിയാഴ്ചകളിൽ മാത്രം അത് 9 മണിക്ക് തുടങ്ങുകയും ഒപ്പം തന്നെ രാവിലെ 11 മണി മുതൽ 2 മണിക്കൂർ ഇടവേള നൽകുകയുമാണ് ചെയ്തു വന്നിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇനിയിപ്പോൾ ആസാമിൽ BJP ആദ്യമായിട്ട് അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ് ഈ ഭരണകക്ഷി MLA-മാർ ഈ ഇടവേള എടുത്തു കളയണമെന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഇത്തരത്തിൽ നിയമസഭയിൽ ആ 2 മണിക്കൂർ ഇടവേള എടുത്തു കളഞ്ഞതും. ഏകദേശം 90 വർഷം പഴക്കമുള്ള ഒരു പാരമ്പര്യത്തിന് ഇപ്പോൾ അവസാനമായത്. ഇതൊരു ശരിയായിട്ടുള്ള കാര്യമാണോ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത് നല്ലതാണോ? ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലൊക്കെ മുൻപോട്ട് പോകേണ്ടതില്ല, ഒരു മതേതരത്വ സ്വഭാവം കാത്തുസൂക്ഷിക്കേണ്ടതല്ലേ എന്നുള്ളതൊക്കെ അടക്കമുള്ള ചോദ്യങ്ങൾ, പ്രതിഷേധങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു പാർട്ടിക്ക് അവരുടെ മാത്രം സിദ്ധാന്തങ്ങൾ ഒതുങ്ങിക്കൂടി മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. BJPക്ക് ഭൂരിപക്ഷമുള്ളത് കൊണ്ട് എന്തും ചെയ്യാമെന്ന് കരുതുന്നത് ഒരു തരത്തിലും അംഗീകരിക്കുവാൻ കഴിയുന്നതുമല്ല. ഭാരതമെന്ന് പറയപ്പെടുന്നത് ഈ പറയുന്ന അനേകം ജാതി മത സംസ്കാരങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ജനങ്ങളുടെ നാടാണ്. 150 കോടിയോളം വരുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടം. അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, സംസ്കാരങ്ങൾ ഇവയെല്ലാമുണ്ട്. ഇവയെല്ലാം കോർത്തിണക്കി മുന്നോട്ട് പോകുന്ന ഒരു സാമ്പ്രദായിക രീതി ഇവിടെയുണ്ട്. ആ സാമ്പ്രദായിക രീതിക്ക് ഒരു തരത്തിലും ഭൂരിപക്ഷമുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ, അതിൻ്റെ അഹങ്കാരത്തിൽ നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നത് ചെയ്ത് മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന സിദ്ധാന്തങ്ങൾ അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ചാണെങ്കിൽ കൂടിയും അത്തരത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതായിരിക്കണം ചെയ്യേണ്ടത്. കാരണം ഒരു മതേതരത്വ സംവിധാനമുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇന്ത്യൻ പൗരന്മാർക്ക് നമ്മുടെ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന, ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും അവർക്ക് ലഭിക്കേണ്ടതാണ്. അവരുടെ അവകാശമാണ്, അതവരുടെ അധികാരമാണ്.